ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്യുന്നു, ഞാൻ ചെയ്യേണ്ട ജോലി പഴയടം ചെയ്യുന്നു. നല്ല ഉഗ്രം പായസമാണ് ഇപ്പോൾ. യഥാർത്ഥത്തിൽ ഇത് കുറെ കാലമായി ഇത് ഇളക്കണം എന്ന് ഞാൻ വിചാരിച്ചു. മാത്രമല്ല ഏതാനും നിമിഷങ്ങൾക്കൊക്കെ മുഖ്യമന്ത്രി കൂടി ഇവിടെ എത്തുമെന്നാണ് ഞാൻ അറിയുന്നത്. മുഖ്യമന്ത്രി കാണുമ്പോൾ എനിക്ക് പറ്റിയ പരിപാടിയാ. ഓക്കെ, സ്ഥിരമായിട്ട് ഇത് തന്നെ ചെയ്തോളാം ചിലപ്പോൾ അദ്ദേഹം പറയും. തിരുമേനി ഇത് എന്നാ പായസം ഇത്? ശർക്കര ഇട്ടിട്ടുള്ള അടപ്രസാദം. നമ്മ ഇതിന്റെ ഗന്ധം ഉണ്ടല്ലോ, മൂക്കിലൂടെ അങ്ങോട്ട് അടിച്ചു കയറുന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രേക്ഷകർക്കൊക്കെ ഇത് കണ്ടോണ്ടിരിക്കുന്നത് നല്ല കൊതി വരും. പഴയടത്തിന്റെ ഒരു ഭാഗ്യം എന്ന് പറയാം. 24 മണിക്കൂർ ഇത് അനുഭവിച്ചോണ്ടിരിക്കില്ലേ അങ്ങ്? ഓക്കെ, അപ്പൊ എത്രായിരം പേർക്കാ സദ്യ ഒരുങ്ങുന്നത്? ഇവിടെ ഉച്ചയ്ക്ക് ഒരു ദിവസം 35,000 ആൾക്കാർ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം വന്ന് കഴിച്ചു. 35,000 ആൾക്കാർ. ഇതുപോലെ ഇളക്കാൻ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടോ തിരുമേനിക്ക്? ഇല്ല, ആദ്യമായിട്ട് ഒരാളെ കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ ചട്ടം മേടിക്കാത്ത എന്നെ നോക്കി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇത് രസമാട്ടോ, ഇത് നല്ല പണിയാ. ഇത് ഈ ഇവിടെ വിളക്ക് കൊളുത്തിയതിന് ശേഷം പിന്നെ എന്തെങ്കിലും കലവറയിൽ ബ്രേക്ക് ഉണ്ടായിട്ടില്ല. അന്ന് നമ്മള് പാല് കാച്ചിട്ട് അടുപ്പ് കത്തിച്ചാണ്. ഇനിയിപ്പോ 8-ാം തീയതി വൈകുന്നേരം തീരുള്ളൂ, എടുത്തുള്ളൂ. പക്ഷേ തിരുമേനിക്ക് ഒരു വിഷമമുണ്ടാക്കുന്ന കാര്യം ഈ വർഷം ഉണ്ടായത്. വിവാദമൊന്നും ഉണ്ടായില്ല. അതൊരു വലിയ പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ വിവാദം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ പഴയടം ഗ്ലാമർ താരമാകുന്നത്. നമുക്ക് എത്രയോ കാലമായിട്ട് ബന്ധമുള്ള. ഇത്തവണ വിഷമിച്ചിരിക്കുക, ഒരു വിവാദവും ഇല്ല. അപ്പൊ മന്ത്രി ശിവൻകുട്ടി പറയുന്ന വിവാദം ഉണ്ടാക്കത്തില്ലെന്നാ പറയുന്നത്. ഓക്കെ, അവര് വളരെ കോഷ്യസ് ആ കാര്യങ്ങളിലൊക്കെ. കാരണം ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. എത്ര പേര് അങ്ങയുടെ ജോലി ചെയ്യുന്നുണ്ട് ഞാൻ ഒഴിച്ച്? ഇന്നിപ്പോ സാറിനോട് കൂട്ടാക്കി സാറിനോട് കൂട്ടിയാൽ 96 പേരായി. 95-ാമത്തെ ആൾക്കാരെ 96-ാമത്തെ ആൾക്കാരെ ഞാൻ തന്നെ. അപ്പൊ ഇതിന്റെ ബന്ധമാണ് കേട്ടോ ഇത്. അപ്പൊ എന്തായാലും നമ്മുടെ ഇത്രയും തൊഴിലാളികൾ 24 മണിക്കൂർ ജോലി. 1, 2, 3, 4, 5 വാർപ്പ് പായസം ഉണ്ടാവും. 5 വാർപ്പ്. അതെ. ഈ പായസം തികയൊന്ന് കാര്യം നമ്മളിതിന്റെ പബ്ലിസിറ്റി കൊടുത്തിരിക്കുക. ഒരു കുഴപ്പമില്ല. അപ്പൊ ഇത് പായസം തികയെന്നുള്ള ഇത് വിദ്യാർത്ഥികളല്ലാതെ വേറെ ആരെങ്കിലും കഴിക്കാൻ വരുന്നുണ്ടോ? ഇല്ല, അതൊന്നുമില്ല. വിദ്യാർത്ഥികളെ മറ്റേ വോളണ്ടിയേഴ്സ് മറ്റേ അധ്യാപകരെല്ലാവരും. ഇത്തവണ തിരുമേനിയുടെ വിഭവങ്ങളുടെ കൂടെ ഒരു അതിമധുരം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങേക്കറിയാം, അദ്ദേഹത്തിന് അറിയാം. അത് ഞങ്ങൾ വെച്ചിരിക്കുക. പാട്ടുകളോ എന്തൊക്കെ ഉണ്ട് അല്ലേ? നമസ്കാരം സാർ. നമ്മുടെ ജോലി എന്തുവാ സാർ? ഞങ്ങൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KST ആണ് ഈ ഭക്ഷണ കമ്മിറ്റി ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. ഞാൻ അതിന്റെ കൺവീനറാണ്. ഞങ്ങൾ ഈ പ്രാവശ്യം തിരുമേനിയുടെ സ്വാദിഷ്ടമായ ഭക്ഷണത്തോടൊപ്പം ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്ക് പ്രത്യേകമായ കല ആസ്വദിക്കാനുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ്. അത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സെലിബ്രിറ്റികളാണ്. മുതുകാട് സാറാണ് അത് ഉദ്ഘാടനം ചെയ്തത്. പന്തളം ബാല സാർ പങ്കെടുത്തു. ഇന്ന് മുരുകൻ കാട്ടാൻ ഇവിടെ വന്നു, മാജിക് കാണിച്ചു. തിരുമേനിയുമായി ബന്ധപ്പെട്ട് പാചകത്തിന്റെ ഒരു മാജിക്. മുതുകാടിന്റെ ഒരു മാജിക് ഉണ്ട്. തിരുമേനി അപ്രത്യക്ഷമാക്കിയോ? അതില്ല, ഇവിടെ നിർത്തിക്കൊണ്ടാ ചെയ്തത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കിനിയിപ്പോ പാചകപ്പുരം ഒന്ന് കാണണ്ടേ? തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ഇനി പിന്നീട് തിരുമേനിയുടെ പണി ചെയ്യാൻ ആയിക്കോട്ടെ. തിരുമേനി വന്നു. തിരുമേനി വരണം, വന്നാലേ നമുക്ക് അറിയാൻ പറ്റൂ. അപ്പൊ ഇതേ സമയത്ത് വേറെ ഏതെങ്കിലും കലോത്സവം നടക്കുന്നുണ്ടോ? ഇല്ലില്ല, അത് ഇത്തവണ അങ്ങനെ പിടിച്ചിട്ടില്ല. എത്ര കൊല്ലമായി തുടങ്ങിയിട്ട് പരിപാടി? ഇതെന്റെ 25-ാമത്തെ വർഷമാണ് സാറ്. ജൂബിലി ഇയർ. നമുക്ക് സിൽവർ ജൂബിലി ആഘോഷിക്കാം. തീർച്ചയായിട്ടും. സംസ്ഥാന വ്യാപകമായിട്ട് പഴയടം നമ്പൂതിരിയുടെ പാചകപ്പുര എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? ഓക്കെ, തീർച്ചയായിട്ടും. കൂടെ സഹായിക്കാൻ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? ഭാര്യയോ കുട്ടികളോ? ഇത് വരും. മകൻ വരും. എനിക്ക് സന്തോഷമുള്ള കാര്യം തരുമോ? ഈ പുത്തരിക്കണ്ടം മൈതാനത്തെ ഈ കലവറയില് പഴയടം നമ്പൂതിരി പഴയക്കാളും ഒരു സംതൃപ്തനായിട്ട് കാണും. തീർച്ചയായിട്ടും. വളരെ സന്തോഷത്തിലാണ്. വളരെ പോസിറ്റീവ് ആണ്. ഈ അവിയലല്ലേ? അവിയലിളക്കാൻ പാടായിരിക്കും. അത് സാറിന് പണിയാ സാർ. നല്ല വെയിറ്റ് ആണ്. എങ്ങനെയുണ്ട്? പാടാ അല്ലേ? പക്ഷേ അവിയലിന്റെ ഗന്ധം അടിക്കുന്നുണ്ട്. അത് അവരെടുക്കുന്ന ക്യാമറമാൻ ഉണ്ടല്ലോ, മൂക്കിവിടെ വലിച്ചു കയറ്റുന്നുണ്ട്. ഓക്കെ, റെഡിയാ. ഇതെന്തോ സംഭവം? അതും അവിയൽ തന്നെ. ഇത് ഫിനിഷ് ചെയ്യുക വേറെ അവിയലാണ്? അല്ലല്ല, നമുക്ക് എല്ലാം ഈ വാർപ്പിന് ഇത് കൂട്ട് വാർപ്പിന്റെ അകത്ത് 5 വാർപ്പ് അവിയൽ വേണം ഒരു ദിവസം. 5 വാർപ്പ് അവിയൽ അല്ലേ? അതുപോലെ സാമ്പാർ ഞാൻ ഇളക്കി നോക്കി കേട്ടോ. കൊള്ളാം. ഇത് 8 വാർപ്പിൽ സാമ്പാർ വേണം. അതായത് 3000 ലിറ്റർ വേണം നമുക്കിവിടെ ആകെ. ഓ, അത് ശരി. ഇത് മൊത്തം കഷ്ണങ്ങളാണല്ലോ. സാമ്പാറിന് കഷ്ണം വേണം നല്ലോണം. അല്ലെങ്കിൽ ആയി വരുന്നുണ്ട്, ഫുള്ളാവണം. പരിപ്പ് ചേർക്കണ്ട, പരിപ്പത്ര കിടക്കല്ലേ. ഇത് ബോയിൽ ചെയ്യുമ്പോൾ ഇത് കുറച്ച് എളുപ്പമാണ്, പായസം ഇളക്കുന്ന പോലെ അല്ല കേട്ടോ. ഇത് കുറച്ച് അപ്പോ ഇത് എന്തായാലും അങ്ങയുടെ റെക്കോർഡാ. 25 കൊല്ലം നമുക്ക് ആഘോഷിക്കണം കേട്ടോ. തീർച്ചയായിട്ടും. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല. അപ്പോ ഇത് പഴയടം നമ്പൂതിരിയാണ്. ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യലാണ്. ഇതെന്തോ സാധനം? മീനില്ല. ഇത് സ്പെഷ്യലാണോ? മീനില്ലാത്ത മീൻകറിയാണ്. കണ്ട മീനാന്ന് തോന്നുന്നു അല്ലേ? സാറിന് കഴിച്ചു നോക്കണ്ട. കാര്യം നമ്മള് കഴിക്കുന്നു. ഞാൻ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഉത്സവമായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് കാര്യങ്ങള്? നന്നായിട്ട് പോകുന്നു.
നല്ല ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ അങ്ങേ കേൾക്കാത്തൊരു കാര്യം പഴയടത്തിന്റെ ആക്രമണം എങ്ങനെയുണ്ടെന്ന് നോക്കാന്ന് വെച്ചു. അല്ലല്ല നന്നായിട്ടാണ് ഗംഭീരമായിട്ട് പോകണം. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കഴിക്കുമോ അതോ പുറത്തു പോയി കഴിക്കുമോ? ഇല്ല, ഞങ്ങൾ ഇവിടുന്ന് കഴിക്കുന്നത്. അടുക്കളക്കാണ് കഴിക്കുന്നത് ഞങ്ങള്. അറിയണല്ലോ. അല്ല പഴയടം ഇവിടുന്ന് തന്നെ കഴിക്കുമോ? തീർച്ചയായിട്ടും ഞങ്ങളിപ്പോ കഴിച്ചിട്ടും കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോ എണീറ്റേ ഉള്ളൂ. കുട്ടികളോടൊപ്പം ഇരുന്ന് കഴിച്ചു. സത്യം പറഞ്ഞാൽ അങ്ങ് എടുക്കുന്ന റിസ്ക് ഭയങ്കരമാണ്. അത് സമ്മതിച്ചേ പറ്റൂ. കാരണം ഇത്ര ആയിരം കുട്ടികൾക്ക് 30,000 പേരൊക്കെ ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തൊക്കെ തന്നെ 30 പേര് ഭക്ഷണം കഴിക്കുന്നത് തന്നെ പ്രശ്നം. നമ്മൾ ഇത്ര കൂളായി നിൽക്കുന്ന കണ്ടില്ലേ? അങ്ങയുടെ ആ ഒരു കപ്പാസിറ്റി ആ മെറ്റൽ ഞാൻ സമ്മതിച്ചു തന്നു. താങ്ക് യു സർ. മാത്രമല്ല ഒരംഗത്തിലൂടെ ബാല്യം ഉണ്ടെന്ന ലൈനിലാണ് നിൽക്കുന്നത്. ഒന്നല്ല 5 അംഗത്തിന് ഇനിയും ബാല്യമുണ്ട് സാർ. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ എന്നാ കൂടണ കുറെ ദിവസം കഴിയുമോ? അല്ല 9-ാം തീയതി അല്ല അവിടെ. ഇന്നിപ്പോ അവിടെ ഇത് അരിവയ്ക്കലിന്റെ വേറൊരു ഘോഷയാത്രയാണ് അവിടെ. അരിവെപ്പോ നമ്മൾ അരിവയ്ക്കുന്ന അവരാണ്. ഓ അത് ശരി. ആഹാ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിങ്ങനെ എത്ര പേർക്കുള്ള ഭക്ഷണം തയ്യാറാവുന്ന ഇപ്പൊ? ഇതിപ്പോ ഇതിന്റെ അകത്ത് ഇതിപ്പോ 1, 2, 3, 4, 5 ജമ്പ് ഒരേ ടൈമിൽ വർക്ക് ചെയ്യാം. അപ്പൊ അതിന്റെ അകത്ത് 6,000 പേർക്കുള്ള ചോറാണ് ഒരേ സമയത്ത് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും 2-3 ട്രിപ്പ് വയ്ക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ചോറ്. പുറത്തിറങ്ങുന്നത് കേട്ടോ, വിദേശ ആൾക്കാർ അടിച്ചിട്ട് നോക്കുന്നത്. ഇത്ര 1000 പേർക്ക് ഒന്നിച്ച് ഭക്ഷണം വയ്ക്കാൻ പറ്റിയാന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ല. പുറത്തൊന്നും ഇറങ്ങല്ലേ. നമുക്ക് പഴയടത്തിന് വേണം. കാര്യം കലോത്സവങ്ങൾ ഇനിയുണ്ടല്ലോ, കോളേജ് യൂത്ത് ഫെസ്റ്റിവലുണ്ട് അല്ലേ. ഓക്കെ. അപ്പൊ സന്തോഷം. അപ്പോൾ ഇതാണ് പഴയടം തിരുമേനിയുടെ വിശേഷങ്ങൾ. മാത്രമല്ല പഴയടം വളരെ തിരക്കിലാണ്. ഇനി അദ്ദേഹത്തിന്റെ സമയം നമ്മൾ അപകരിക്കാൻ പാടില്ല. അപ്പൊ അങ്ങ് വിട്ടോളൂ. കളി നടക്കട്ടെ. ഓക്കെ. താങ്ക് യു. കട്ടിങ് അവിടെ അല്ലേ? അവിടെ കട്ടിങ്ങിലേക്ക് ഞങ്ങളൊന്ന് പോക്കോളാം. അപ്പോൾ കട്ടിങ് അവിടെയാണെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് ഈ കലവറയിലൊക്കെ കാര്യം. ആൾക്കാർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ഡോക്ടർ ഉന്മേഷ് 24-ന് വേണ്ടി ശ്രീകണ്ഠൻ നായർ ഫ്രം കലവറ ബൈ പഴയടം.